സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓർക്കാപ്പുറത്ത് നമ്മുടെ ദേവികയുടെ കയ്യിൽ നിന്നും തിരിച്ചടി വാങ്ങിയതിൻ്റെ ആഘാതത്തിലാണ് നമ്മുടെ അരുന്ധതി. ശരിക്കും പറഞ്ഞാൽ ദേവിക ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല, താൻ ഇത്രയധികം ക്യാഷ് ചിലവാക്കി ഒരു ശത്രുവിനെയാണോ വളർത്തി വലുതാക്കിയത്. പ്രഭാവതിയെ തോൽപ്പിച്ചുകൊണ്ട് MLA ആയി ദേവിക വരണമെന്ന് വിചാരിച്ച് ഒരുപാട് ക്യാഷ് നമ്മുടെ അരുന്ധതി ചിലവാക്കിയിട്ടുണ്ട്. അത് ഒന്നിനുമല്ല, നമ്മുടെ ദേവികയെ കൊണ്ട് തന്നെ പ്രഭാവതിക്കും സിദ്ധാർത്ഥനുമെതിരെ പോരാടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ശത്രുപക്ഷത്ത് ചേർന്ന് അവളും തനിക്കെതിരെ പോരാടാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയ അരുന്ധതിയാണെങ്കിൽ പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും എത്രമാത്രം ശത്രുത മനസ്സിലുണ്ടോ അതിൻ്റെ 10 ഇരട്ടി ദേവികയോടും വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവികയോട് പകരം ചോദിക്കുമെന്ന് വെല്ലുവിളിച്ചാണ് പോയിരിക്കുന്നത്. സിദ്ധാർത്ഥൻ്റെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ദേവികയാണെന്ന് മനസ്സിലാക്കിയ പ്രഭാവതി അവളോട് നന്ദി പറയുകയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അതൊക്കെ കണ്ട് നന്ദനും സിദ്ധാർത്ഥനും ഒരുപാട് സന്തോഷമാകുന്നു. ചന്ദ്രോത്ത് വീട്ടിലെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശാന്തമാകുന്നെങ്കിലും ഋഷിയും ത്യാഗരാജനും CPയും അരുന്ധതിയും മറുവശത്തു നിന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. കൂടാതെ ഇപ്പം രാധാമണി അമ്മയും ചേർന്നിട്ടുണ്ട്. പുറത്തുപോയി വന്ന ഋഷി വീട്ടിൽ അമ്മയെ കാണാഞ്ഞ് പകച്ച് CPയെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ CP പറയുന്നു, രാത്രി പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമും പറഞ്ഞിട്ടില്ല. അങ്ങനെ വല്ല പ്രോഗ്രാമും സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ടെങ്കിലും എന്നോട് പറയാതെ പോകില്ല. ഇനി മേഡം എങ്ങോട്ട് പോയി, ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാകുമോ എന്നൊക്കെ ഇങ്ങനെ വേവലാതിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അരുന്ധതി നാണം കെട്ട് അപമാനിതയായിട്ട് വരുന്നു. അമ്മയുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോഴേ ഋഷിക്ക് കാര്യം മനസ്സിലായി. അമ്മയ്ക്ക് എവിടുന്നോ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. CPയും ഋഷിയും മാറി മാറി കാര്യം തിരക്കുമ്പോൾ ഒടുക്കം നമ്മുടെ അരുന്ധതി ആണെങ്കിൽ തുറന്നു പറയുന്നു, നമ്മൾ ഇത്രയും നാൾ ഒരു ശത്രുവിനെ തന്നെയാണ് വളർത്തി വലുതാക്കിയത്. ആ ദേവിക നമ്മൾ വിചാരിക്കുന്ന ഒരാളെ അല്ലെന്ന് പറയുമ്പോൾ ഋഷിയും CPയും ആകെ ഷോക്കാകുന്നു. എന്നിട്ട് CP പറയുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നില്ലേ ആ ദേവികയെ വിജയിപ്പിക്കാൻ വേണ്ടി ഇത്രയധികം ക്യാഷ് ചിലവാക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും അവർ ചന്ദ്രോത്ത് വീട്ടിലെ ഒരു പെൺകുട്ടിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നല്ല നാളെയെങ്കിൽ അവരെല്ലാം ഒന്നാകും. ഇതിനിടയ്ക്ക് വിജയിക്കാൻ വേണ്ടി മേഡം ചിലവാക്കിയ ഈ ക്യാഷിനൊന്നും ഒരു നന്ദി കാണില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ CP പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. എന്തൊക്കെയായാലും അവളും ഇപ്പോൾ എൻ്റെ ശത്രുവാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഋഷി പറയുന്നു, ഒന്നിനെയും വെച്ചേക്കില്ല, എല്ലാത്തിനെയും ഒരുമിച്ച് തീർക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമാകൂ എന്നൊക്കെ പറഞ്ഞ് ഋഷിയാണെങ്കിൽ കലിതുള്ളി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ഋഷി ചന്ദ്രോത്ത് വീട്ടിൽ തൻ്റെ അമ്മ അപമാനിതയായതിനുള്ള കണക്ക് ചോദിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ആ പ്രശ്നം ഒന്ന് മാഞ്ഞു തുടങ്ങുന്ന ആ സമയത്ത് ദേവികയെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. തൻ്റെ ലീനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിനും തന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിനും പിന്നെ ദേവിക എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് ചന്ദ്രോത്ത് വീട്ടിൽ പോയി അപമാനിച്ചതിൻ്റെ പേരിനും ഒക്കെ കണക്ക് ചോദിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഋഷിയുടെ വായിൽ നിന്നും ചില സത്യങ്ങൾ നമ്മുടെ ദേവികയ്ക്ക് മനസ്സിലാകുന്നു. അതായത് നിമ്മി എന്ന പേരുള്ള ലീനയെക്കുറിച്ച്. അപ്പോഴാണ് ദേവിക്ക് പെട്ടെന്ന് മനസ്സിലൊരു ഓർമ്മ വരുന്നത്. എസ്തപ്പാൻ്റെ വീട്ടിൽ താമസിക്കുന്ന നിമ്മി എന്ന പേരുള്ള ലീന, ആ കുട്ടിയായിരിക്കും മിക്കവാറും നമ്മുടെ ഋഷി സ്നേഹിച്ചിരുന്നത്. അതേസമയം നമ്മുടെ ദേവികയ്ക്കാണെങ്കിൽ നിമ്മിയെ നന്നായിട്ട് അറിയാമല്ലോ. അതിൻ്റെ പേര് പല കാര്യങ്ങളും ഋഷിയോട് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ഋഷി ശരിവെക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ദേവികയ്ക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നു, നിൻ്റെ ലീന മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അമ്മായിയമ്മയെ രക്ഷിക്കാൻ വേണ്ടി ചുമ്മാ കള്ളം പറയരുതെന്ന് ഋഷി ആക്രോശിക്കുന്നു. കള്ളമൊന്നുമല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. നിൻ്റെ ലീന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കുറച്ച് നാൾ മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു. ഞാൻ ഇടപെട്ട് അവൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ ദേവികയാണെങ്കിൽ ഋഷിയോട് പറയുന്നു. വിശ്വസിക്കാനാകാതെ ഋഷിയാണെങ്കിൽ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ലീനയ്ക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് കാണിച്ചു തരണം, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളെന്ന് ഋഷി പറയുന്ന സമയത്ത് ഉറപ്പായിട്ട് ഞാൻ നിന്നെ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ നിന്നും കെട്ടഴിച്ചു വിടാൻ പറയുമ്പം എന്നെ പറ്റിച്ചു പോകാനാ ഉദ്ദേശമൊന്നുണ്ടെങ്കിൽ എവിടെ പോയി ഒളിച്ചാലും എത്ര പോലീസ് സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാലും ചന്ദ്രോത്ത് വീട്ടിലെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, എന്നെ വ്യക്തമായിട്ട് അറിയാമല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഞാൻ സത്യമാണ് പറയുന്നത്. നിൻ്റെ ലീന ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായി എനിക്കറിയാം. ഞാൻ തന്നെ നേരിട്ട് പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നേക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു വരുന്ന ദേവികയാണെങ്കിൽ നന്ദനോട് വന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയും നന്ദനും ദേവികയും കൂടി നമ്മുടെ എസ്തപ്പൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി ലീനയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ശേഷം എസ്തപ്പൻ ചേട്ടനും ലീനയും എല്ലാവരുടെ ആയിട്ട് നന്ദനും ദേവികയും തന്നെ എല്ലാ സത്യങ്ങളും ചോദിച്ചറിയുമ്പോൾ
ലീനയുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ പിന്നിലെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം അതൊരു പ്രണയ നൈരാശ്യമായിരുന്നു എന്ന് പറയുന്നു. ആ വ്യക്തി ഇപ്പോഴും തിരികെ വന്ന് ലീനയെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പം ലീന പറയുന്നുണ്ട്, ഒരിക്കലുമില്ല. അദ്ദേഹം ഇപ്പോൾ ആരെങ്കിലും വിവാഹം കഴിച്ച് കുടുംബമായി താമസിക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലുമില്ല, ഇപ്പോഴും നിൻ്റെ ഓർമ്മകളിൽ ആ മനുഷ്യൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് ദേവിക പറയുന്നത് കേട്ടിട്ട് ലീനയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന ഋഷിയെ കണ്ട് ആകെ ഷോക്കായി നിൽക്കുന്ന ലീനയെ ഓടിച്ചെന്ന് ലീന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ ഋഷി. ലീനയ്ക്കും സന്തോഷമാകുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ അധികം താമസിക്കാതെ വരുമായിരിക്കും. കാത്തിരിക്കാം.